അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പൊ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും 2 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, അൽ ഹുറൂഫുൽ ഖമരിയ. ഹുറൂഫുൽ ഖമരിയ ഇതിൽ പറഞ്ഞ ഏതാണ്? ഒന്നാമത്തത് ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. രണ്ടാമത്തത് ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. അപ്പൊ ഏതാണ് ശരി? ഒന്നാമത്തതാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവസാനത്തിൽ ഒന്നാമത്തിൽ അഖി ആണ്, രണ്ടാമത്തെ അഖി എന്നാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, അല്ലാഹു എന്ന ഇസ്മിലുള്ള ലാമിന് പറയുന്നു. ലാമുൽ കറാമ, ലാമുൽ ജലാല. അപ്പൊ ലാമുൽ ജലാല എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, റാഇന്റെ മഖ്റജ്. നാവിന്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിന്റെ തലയുമാണ്, ഊനുമാണ്. അപ്പൊ ഊനുമാണ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, ഇസ്തിഅലാഇന്റെ ഹർഫുകൾ എല്ലാ സമയത്തും ഉച്ചരിക്കേണ്ടത് തർക്കീക്കായിട്ടാണ്, തഫ്ഖീമായിട്ടാണ്. അപ്പൊ തഫ്ഖീമായിട്ടാണ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത്, തഫ്ഖീം എന്ന് പറയുന്നത്. അപ്പൊ തഫ്ഖീം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തെ ചോദ്യം, നാവിന്റെ ഗതി താഴൽ കൊണ്ട് തർക്കീക്ക് ഉണ്ടാകും, തഫ്ഖീം ഉണ്ടാകും. അപ്പൊ തർക്കീക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തത് നോക്കാം. റാഇനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ്? റാഇന്റെ ഹർക്കത്ത് ഫത്ഹോ ലമ്മോ ആവുക, പിന്നെ റാഇന് സുക്കൂനും റാഇന്റെ മുമ്പുള്ള ഹർഫിന് ഫത്ഹോ ലമ്മോ ആവുക, പിന്നെയോ റാഇന് സുക്കൂനും റാഇന്റെ മുമ്പുള്ള ഹർഫിന്റെ കെസ്ർ ആരിദ് അഥവാ താൽക്കാലികം ആവുക, അല്ലെങ്കിൽ റാഇന്റെ മുമ്പുള്ള കെസ്ർ മറ്റൊരു പദത്തിലാവുക. അപ്പൊ ഇതൊക്കെയാണ് റാഇനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ. ഇനി അടുത്തത് നോക്കാം. റാഇനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഒന്ന്, റാഇന്റെ ഹർക്കത്ത് കെസ്റാവുക, പിന്നെ റാഇന് സുക്കൂനും റാഇന്റെ മുമ്പ് അസ്ലിയായ കെസ്റ് വരികയും റാഇന്റെ ശേഷം ഇസ്തിഅലാഇന്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക, പിന്നെ സുക്കൂനുള്ള റാഇന്റെ മുമ്പ് സുക്കൂനായ യാ വരിക. ഇതൊക്കെയാണ് റാഇനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. വേർതിരിക്കാം എന്നുള്ളതാണ്. ഇതിൽ തഫ്ഖീമും നൽകിയിട്ടുണ്ട്, തർക്കീക്കും നൽകിയിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും വേർതിരിച്ച് എഴുതുക. വ അർസല അലൈഹിം ഫിർഔന ഖറിയത ഫകൈഫ കാന നകീർ, പിന്നെ ഫഅല റബ്ബുക മിൻ ശർരി മാ ഖലഖ്. അപ്പൊ ഇതിൽ തഫ്ഖീം ഏതെല്ലാമാണ്? വ അർസല അലൈഹിം, പിന്നെ ഖറിയത, ഫഅല റബ്ബുക എന്നുള്ളതാണ്. ഇനി തർക്കീക്കോ, ഫിർഔന ഫകൈഫ കാന നകീർ മിൻ ശർരി മാ ഖലഖ്. ഇനി അടുത്ത പ്രവർത്തനം, നാലാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഇമാലത്ത് എന്നാൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. അപ്പോ ഇമാലത്ത് എന്ന് പറഞ്ഞാൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. അപ്പൊ അവിടെ ഉച്ചരിക്കലാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ലാമുൽ ജലാലത്തിന്റെ ലാമിന്റെ മുമ്പുള്ള ഹർക്കത്ത് കെസ്ർ ആണെങ്കിൽ ലാമിനെ തർക്കീക്കാക്കുന്നു. അപ്പൊ അവിടെ തർക്കീക്കാക്കുന്നു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തത്, ലാമുൽ ജലാലത്തിന്റെ ലാമിന്റെ മുമ്പ്
ഫതഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ തഫ്ഖീമാക്കുന്നു. അപ്പൊ അവിടെ തഫ്ഖീമാക്കുന്നു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തത് വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാണെങ്കിൽ ആ വാവിനും യാ ഇന്നും ഹർഫുല്ലീൻ എന്ന് പറയും. അപ്പൊ ഹർഫുല്ലീൻ എന്ന് പറയും എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് ലാം ഹർഫി മുഖഫഫ് എന്ന് പറയും. ലാസിം ഹർഫി മുഖഫഫ് എന്ന് പറയും. അതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി ആറാമത്തത് യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ എന്നതിലെ സുക്കൂനുള്ള മീമിനെ ശ്രദ്ധാപൂർവം വ്യക്തമാക്കണം. അപ്പോൾ അവിടെ വ്യക്തമാക്കണം എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചില അക്ഷരങ്ങളെ ഷംസിയായ അക്ഷരമെന്ന് പറയുന്നു എന്തുകൊണ്ട്? ഉത്തരം സൂര്യന്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ അക്ഷരങ്ങളുടെ മുമ്പ് വന്ന ലാമിനെ കാണുകയില്ല. അതാണ് ഇവകൾക്ക് ഷംസിയ എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ ചോദ്യം ഖുർആനിൽ ഇമാലത്ത് ചെയ്യേണ്ട ആയത്തുള്ള സൂറത്ത് ഏത്? ഹൂദ് സൂറത്തിൽ. അപ്പൊ ഹൂദ് സൂറത്തിലാണ് ഇമാലത്ത് ചെയ്യേണ്ട ആയത്തുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഫകാന കുല്ലു ഫിർക്കിൻ കത്തൗദിൽ അളീം എന്നതിൽ തഫ്ഖീമും തർക്കീക്കും ജായിസാകും എന്തുകൊണ്ട്? ഉത്തരം ഇസ്തിഅലാഇന്റെ ഹർഫായ ഖാഫിനെ കസ്റായതാണ് കാരണം. നാലാമത്തെ ചോദ്യം ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം സ്വദഖല്ലാഹുൽ അളീം എന്ന് ചൊല്ലുക. അഞ്ചാമത്തെ ചോദ്യം സാക്കിനായ മീമിന്റെ വിധികൾ ഏതെല്ലാം? ഇദ്ഹാർ, ഇഖ്ഫാ, ഇദ്ആം. ഇനി ആറാമത്തെ പ്രവർത്തനം ഓരോ ഉദാഹരണം എഴുതാം. ഇദ്ആമുൽ മുത്തമാസിലൈനി ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതി കൊടുക്കുക. ഇദ്രിബി അസ്വാക ഫമാ റബിഹത് തിജാറതുഹും വഖദ് ദഖലു ഇന്നശ. രണ്ടാമത്തത് ഇദ്ആമുൽ മുത്തജാനിസൈനി ഇർകബ് മഅന അസ്ഖലത് ദഅവ അല്ലാഹ വഖാലത് ത്വായിഫ ഖദ് തബയ്യന. ഇനി അടുത്തത് ഇദ്ആം മുതഖാരിബൈനി ബർ റബ്ബുക്കും അലം നഖ്ലുഖും. നാലാമത്തത് അസ്ലിയായ മദ് ഖാല ഖീല ഖൂലു ഹാറൂൻ മൂസ റഹീമ. മദ്ദുൽ മുൻഫസിൽ കല്ലാ ഇന്നഹാ തദ്കിറ ഇന്നി അഖാഫു അലൈക്കും വലാ തുജാദിലു അഹ്ലൽ കിതാബി. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.